ഡോക്ടർ ശ്വേത, പഞ്ചകർമ്മ സ്പെഷ്യലിസ്റ്റ്. ഇന്ന് നമുക്ക് പഞ്ചകർമ്മങ്ങളെക്കുറിച്ചും പഞ്ചശോധനകളെക്കുറിച്ചും നോക്കാം. ഇപ്പോൾ പലർക്കുമുള്ളൊരു ധാരണയാണ് പഞ്ചകർമ്മം എന്നാൽ ഉഴിച്ചിൽ തുടങ്ങിയിട്ടുള്ള അനുബന്ധ ചികിത്സകളാണോ എന്ന്. ഇവയെല്ലാം പഞ്ചകർമ്മങ്ങളുടെ പൂർവ്വകർമ്മങ്ങളായോ അവയുടെ ഉപകർമ്മങ്ങളായോ നമുക്ക് പറയാവുന്നതാണ്. പഞ്ചകർമ്മം എന്നാൽ 5 കർമ്മങ്ങളാണ്. വമനം, എമിസിസ് ഛർദ്ദിപ്പിക്കുക, വിരേചനം, പർഗേഷൻ തെറാപ്പി വയറിളക്കുക, കഷായവസ്തി എനിമ തെറാപ്പി, സ്നേഹവസ്തി ഓയിൽ എനിമ തെറാപ്പി, നസ്യം മൂട്ടിൽ മരുന്നൊഴിക്കുന്നത്. ഇതാണ് പഞ്ചകർമ്മങ്ങൾ അഥവാ 5 പ്യൂരിഫിക്കേറ്ററി തെറാപ്പീസ്. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായി നമുക്ക് പഞ്ചകർമ്മങ്ങളെ ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചകർമ്മങ്ങൾ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റായും ക്യൂറേറ്റീവ് ആസ്പെക്റ്റായും നമുക്ക് ഉപയോഗിക്കാം. ഇനി എന്താണ് പഞ്ചശോധനം എന്ന് നോക്കാം. വമനം, വിരേചനം, വസ്തി, നസ്യം എന്നിവയ്ക്ക് പുറമെ രക്തമോക്ഷണം അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി കൂടി ഉൾപ്പെടുന്നതാണ് പഞ്ചശോധനങ്ങൾ. ഇതിൽ ഓയിൽ എനിമ അല്ലെങ്കിൽ സ്നേഹവസ്തി പറയുന്നില്ല. കാരണം ഓയിൽ എനിമയ്ക്ക് നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കാനുള്ള കഴിവാണ് ഉള്ളത്. ശോധനം എന്നാൽ നമ്മുടെ ശരീരത്തിൽ കോപിച്ചെടുക്കുന്ന ദോഷങ്ങളെ നിയർ ബൈ റൂട്ടിലൂടെ പുറന്തള്ളുന്നതാണ്. ദുഷിച്ച രക്തത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത് കൊണ്ട് തന്നെ രക്തമോക്ഷത്തെ നമുക്ക് പഞ്ചശോധനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്.